ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ് പോലീസ്. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാൾരാജ് മഹേഷ് കുമാർ പറഞ്ഞു. രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് കൊച്ചി DCP അശ്വതി ജിജിയും പറഞ്ഞു. പ്രതി സഹകരിക്കരുതുണ്ട്. പിന്നെ ഇന്ന് കുറച്ചുകൂടി ചോദ്യം ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എവിഡൻസ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്, ഡിജിറ്റൽ തെളിവുകൾ ഇതെല്ലാം കുറച്ച് അനലൈസ് ചെയ്തിട്ട് പിന്നെ മറ്റൊരു പ്രാവശ്യം തെളിവെടുപ്പ് കസ്റ്റഡി ആവശ്യപ്പെടും. ആൾറെഡി ഒരു യൂട്യൂബർ വ്യക്തിമെ എക്സ്പോസ് ചെയ്യാനുള്ള രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് നമുക്ക് കൃത്യമായിട്ട് കേസ് എടുത്ത് ഒരു അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. യാതൊരു രീതിയിലും വ്യക്തിമെ എക്സ്പോസ് ചെയ്യാനുള്ള രീതിയിൽ ഇൻഫർമേഷൻ ആരും കൊടുക്കില്ല. CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഫോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. തിരിച്ചു വരാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ട്. അതെ, അതിപ്പോൾ സെറ്റിൽ നിന്ന് ഒരു വർക്കർ പോകുമ്പം ഓണർ കോൺടാക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോവാൻ സഹായിച്ച നടൻ ബോബി കുര്യനെയും സഹസംവിധായിക ശാലിനിയെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. SS ശരൺ പുതിയ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജാമ്യം നേടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോഴാണ് പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അന്വേഷണ സംഘം എന്നാണ് അറിയാനാകുന്നത്. ശരൺ, സ്മൃതി, രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ നാളെയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം, അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച ശേഷം രഞ്ജിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് തെളിവുകൾ അടക്കം, അതായത് ഈ ക്യാരവാന് പുറത്തുള്ള CCTV ക്യാമറകൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ആ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന് ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ്. 2 മാസം മുമ്പാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ദൃശ്യങ്ങൾ, അതായത് ജനുവരി 30 നടന്ന സംഭവത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കാണ് ഒരു വശത്ത് അന്വേഷണം കടന്നിരുന്നത്. അന്വേഷണം ഇപ്പോൾ പറയുന്നത് അത് സംബന്ധിച്ചുള്ള സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രഞ്ജിത്തും യുവനടിയും ഈ ക്യാരവനിലേക്ക് എത്തുന്നതിന്റെ സാക്ഷിമൊഴികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേസിൽ നിർണായക തെളിവായി മാറുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്താനുള്ള ഒരു പ്രവണത അത് സമൂഹ മാധ്യമങ്ങളുണ്ട്. പ്രശസ്തിക്ക് വേണ്ടി പലരും ഇത്തരത്തിൽ അതിജീവിതയുടെ പേര് പരസ്യപ്പെടുത്തുന്ന നിലയുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് കൊച്ചി സിറ്റി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവ ദിവസം യുവനടിക്ക് ദുരനുഭവം ഉണ്ടാകുന്നു. അതിനുശേഷം കാരവനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയ യുവനടി ആ സെറ്റിലുണ്ടായിരുന്ന ചില ആളുകളോട് ഇക്കാര്യം പറഞ്ഞിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴി കൂടി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നടൻ ബോബി കുര്യനെയും ഒപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായ ശാലിനിയെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.